കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏവർക്കും വിശപ്പകറ്റാനുള്ള ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കാം. മെയ് മാസത്തിലേക്കുള്ള മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം. മെയ് മാസം പ്രമാണിച്ച് മേരി മേജർ ബസിലിക്കയിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ. ദക്ഷിണ കൊറിയയിൽ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. വിശുദ്ധ നാട്ടിൽ കന്യാസ്ത്രീക്ക് നേരെ ആക്രമണം. വേളാങ്കണ്ണി പള്ളിയിൽ കയറി രാഷ്ട്രീയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. വാർത്തകൾ വിശദമായി. ഏവർക്കും വിശപ്പകറ്റാനുള്ള ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കാം. മെയ് മാസത്തിലേക്കുള്ള മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം. ഏവർക്കും ഭക്ഷണം എന്ന ലക്ഷ്യം നേടാനായി പ്രാർത്ഥിക്കുക എന്നതാണ് ലിയോ 14 പാപ്പയുടെ ഈ മാസത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം. ഭൂമിയിലെ വിഭവങ്ങൾ പങ്കുവയ്ക്കൽ മനോഭാവത്തോടെ വിതരണം ചെയ്യാനും കൂടുതൽ ഉത്തരവാദിത്വത്തോടും കൃതജ്ഞതയോടും കൂടി ജീവിക്കാനും ഏവർക്കും ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനും പാപ്പ സന്ദേശത്തിൽ ആഹ്വാനം നൽകി. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടിണി മൂലം ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷണം പാഴാക്കാതിരിക്കാൻ പാപ്പയുടെ ഈ പ്രാർത്ഥനാ നിയോഗത്തോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. മെയ് മാസം പ്രമാണിച്ച് മേരി മേജർ ബസിലിക്കയിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ. മരിയ വണക്കത്തിനായി പ്രത്യേകം നീക്കിവച്ചിരിക്കുന്ന മെയ് മാസത്തിൽ റോമിലെ മേരി മേജർ ബസിലിക്കയിൽ മരിയൻ ഭക്താനുഷ്ഠാനങ്ങൾ നടക്കും. എല്ലാ ദിവസവും നടക്കുന്ന ജപമാല പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും പുറമെ 31-ാം തീയതി സകലരെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കർദിനാൾ ബേൽസിതാരെ റെയ്ന പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കും. മരിയൻ പാരായണവും ഉണ്ടായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം അടക്കം ചെയ്തിരിക്കുന്നത് മേരി മേജർ ബസിലിക്കയിലാണ്. ദക്ഷിണ കൊറിയയിൽ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. കൊറിയയിലെ മെത്രാൻ സമിതി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ദക്ഷിണ കൊറിയയിലെ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. 60 ലക്ഷത്തിലേറെ കത്തോലിക്കരുണ്ടെന്നാണ് പുതിയ കണക്കുകൾ. 50 വർഷങ്ങൾക്ക് മുൻപ് കേവലം 1 ദശലക്ഷം മാത്രമുണ്ടായിരുന്ന കത്തോലിക്കരാണ് ഇപ്പോൾ 60 ലക്ഷത്തിലെത്തിയിരിക്കുന്നത് എന്നത് വൻ നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിശുദ്ധ നാട്ടിൽ കന്യാസ്ത്രീക്ക് നേരെ ആക്രമണം. വിശുദ്ധ നാട്ടിൽ കന്യാസ്ത്രീക്ക് നേരെ ആക്രമണം നടന്നു. ഫ്രഞ്ച് ബൈബിൾ ആൻഡ് ആർക്കിയോളജിക്കൽ സ്കൂൾ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീയാണ് അതിക്രമത്തിന് ഇരയായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് വൈദികരും കന്യാസ്ത്രീകളും സേവനം ചെയ്യുന്ന ജെറുസലേമിൽ ഒരു കന്യാസ്ത്രീ ആക്രമിക്കപ്പെട്ട വാർത്ത ഞെട്ടിക്കുന്നതാണ്. വംശീയതയുടെ ഭാഗമായിട്ടുള്ള അക്രമമാണ് നടന്നത് എന്നതാണ് കരുതപ്പെടുന്നത്. സംഭവത്തെ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കേറ്റ് അപലപിച്ചു. വേളാങ്കണ്ണി പള്ളിയിൽ കയറി രാഷ്ട്രീയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. തമിഴ് ചലച്ചിത്ര താരവും രാഷ്ട്രീയ പ്രവർത്തകനുമായ വിജയ് വേളാങ്കണ്ണി സെന്റ് മേരീസ് ബസിലിക്കയിൽ എത്തുമെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ ആരാധകർ നടൻ വരാതിരുന്നപ്പോൾ ദേവാലയത്തിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. അൾത്താരയുടെ മുന്നിൽ നിന്നാണ് TVK പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. മൊബൈൽ ഫോണും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിട്ടുള്ള ദേവാലയത്തിന്റെ അകത്തു കയറിയാണ് രാഷ്ട്രീയ പ്രവർത്തകർ അനുചിതമായി പെരുമാറിയത്. ഇതേ തുടർന്ന് 30 മിനിറ്റോളം കുർബാന വൈകി. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.